പോകുന്ന ആൾക്കാർ ഇയാളെ കാണുന്നുണ്ട്, ഇയാൾ അപ്പിട്ടിട്ടുണ്ട്, മൂത്രമൊഴിച്ചിട്ടുണ്ട്, മലമൂത്ര വിസർജനം മൊത്തം നടത്തി ചുരുണ്ട് കിടക്കുന്നു. ഒരു ജീവനുള്ള ഒരു മനുഷ്യനാണ്. അയാളൊരു അച്ഛനായിരിക്കാം, പിന്നെ മകനായിരിക്കാം, മക്കളുള്ള ആളായിരിക്കാം, എന്തൊക്കെ എല്ലാം ഉള്ളൊരു മനുഷ്യൻ വന്ന് കിടക്കുന്ന 4 ദിവസം പോയിട്ട് കരുണയില്ലാത്തൊരു ആള് 5-ാമത്തെ ദിവസം ഒരു കരുണുള്ള മനുഷ്യൻ ഇതിൽ പോയി. ആ കരുണ കൊണ്ടാണ് അയാൾ റിപ്പോർട്ട് ചെയ്ത് സ്റ്റേഷനിൽ വിളിച്ച് ചെന്ന് നോക്കിയപ്പോൾ 108 വിളിച്ചു. ഞാൻ ഇവിടെ എത്തുന്നതിനപ്പോൾ തന്നെ 108 വിളിച്ച് 108 ഹോസ്പിറ്റലിലെത്തി. ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്കാണ് പിന്നെ ചെന്നപ്പോൾ ഇയാളുടെ കട്ടിലിൽ കിടത്തി ഗ്ലൂക്കോസൊക്കെ കൊടുത്ത് ചെന്ന് ഞാൻ ഇങ്ങനെ മലർത്തി അയാൾ നോക്കിയപ്പോൾ ഞാൻ സ്ഥിരം ടൗണിൽ കാണുന്ന ഒരാളാണ്. കാണുന്ന വെച്ചാൽ അമ്പലത്തിൽ പന്തക്കിൽ ഗുരുവായൂർ അമ്പലത്തിലെ ഭക്ഷണം, അങ്ങനെ കൈത്തല അമ്പലങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ വരാറുണ്ട്. അപ്പം ഞാനവിടെ ഭക്ഷണം കമ്മിറ്റി അങ്ങനെ ഭക്ഷണം വിളമ്പാറൊക്കെ ഉണ്ട്. അവിടെ ചെന്ന സമയം അവിടെ നിന്ന് അയാളെ മാത്രം പിടിച്ചിട്ട് ഈ ജായ വടി കുത്തിയ ഒരാളാണ് തിണ്ടത്തിരിച്ച് ഭക്ഷണം കൊടുക്കാറുണ്ട്. ഇയാൾ 2 വർഷമായിട്ട് പട്ടാമ്പിയിൽ വന്നിട്ട് ഭിക്ഷ യാചിച്ച് ഭക്ഷണം കഴിക്കുക, മക്കളൊക്കെ ഒഴിവാക്കി എസ്റ്റേറ്റിൽ സൂപ്പർവൈസർ ആയിരുന്നു അത്രേ. ആരും ഇല്ലാതെ അങ്ങനെ ഒരു ആളെ എനിക്കറിയാം, കാണുമ്പോൾ ചോദിക്കാറുണ്ട് അങ്ങനത്തെവരോട്. അപ്പോൾ അയാൾ കട്ടിലെടുത്ത് ഗ്ലൂക്കോസൊക്കെ എടുത്തിപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ മുത്തശ്ശ എന്താ എന്ന് വെച്ചപ്പോൾ അങ്ങനെ കാണിച്ചു, ഭക്ഷണം കഴിച്ചിട്ട് 4 ദിവസമായി എന്ന്. നമ്മളൊക്കെ കഴിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ ഒരു 1000-കണക്കിന് ആൾ റെയിൽവേ കൂടെ പോകുന്ന സ്ഥലമാണ്, വിജനമായ സ്ഥലത്തല്ല അയാൾ കിടന്ന്. ഈ 4 ദിവസം ഒരു 1000-കണക്കിൽ പോയ ഒരാൾക്ക് തോന്നിയാൽ മതി, എൻ്റെ ആരെങ്കിലും ആണെങ്കിൽ ഞാൻ റിപ്പോർട്ട് ചെയ്യും, ഹോസ്പിറ്റലാക്കാമായിരുന്നു. തോന്നിയിട്ടില്ലേ 4 ദിവസം?